ഓൺലൈൻ തട്ടിപ്പിനിരയായി യാക്കോബായ സഭ നിരണം മുൻ ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ കൂറിലോസ് 15 ലക്ഷത്തിലധികം നഷ്ടപ്പെട്ടതായി പരാതി. പത്തനംതിട്ട കീഴ്വായ്പൂർ പോലീസിൽ പരാതി നൽകി. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങളുമായി ചേരുന്നത്. പ്രവീൺ, എപ്പോഴാണ് ഈ ഒരു തട്ടിപ്പ് നടന്നിട്ടുള്ളത്? ഈ പരാതി എപ്പോഴാണ് ഉണ്ടായത്? എന്താണ് വിശദാംശങ്ങൾ? ഈ മാസം 2-ാം തീയതി മുതൽ തന്നെ ഫോണിൽ വിളിച്ച് താൻ മണി ലോണ്ടറിംഗിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പണം വാങ്ങിയതായാണ് യാക്കോബായ സഭ മുൻ നിരണം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ കൂറിലോസിന്റെ പരാതി. ഇത് സംബന്ധിച്ച് പത്തനംതിട്ട കീഴ്വായ്പൂർ പോലീസിലാണ് ഡോക്ടർ ഗീവർഗീസ് മാർ കൂറിലോസ് പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതി പ്രകാരം ദില്ലിയിലുള്ള 2 ഫോൺ നമ്പർ കേന്ദ്രീകരിച്ച് ദില്ലി മേൽവിലാസത്തിൽ ദില്ലി എന്ന് മാത്രം പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 2/8/2024 മുതൽ വ്യാജരേഖ നിർമ്മിച്ച് മണി ലോണ്ടറിംഗിൽ ഡോക്ടർ ഗീവർഗീസ് മാർ കൂറിലോസ് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നായിരുന്നു ഭീഷണി സന്ദേശം വന്നത്. അത് 8937011759 എന്ന ഫോൺ നമ്പറിൽ നിന്നും മറ്റൊരു ഫോൺ നമ്പർ 8958268313 ഇങ്ങനെ ഈ 2 ഫോൺ നമ്പറുകളിൽ നിന്നും വീഡിയോ കോൾ വഴിയായിരുന്നു ഡോക്ടർ ഗീവർഗീസ് മാർ കൂറിലോസിനെ ദില്ലിയിൽ നിന്നും വീഡിയോ കോൾ ചെയ്തത്. ഈ വീഡിയോ കോളിലാണ് വെർച്വൽ അറസ്റ്റിൽ ആണ് ഡോക്ടർ ഗീവർഗീസ് മാർ കൂറിലോസ് ആണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചു. തുടർന്ന് 3/8/2024 ഫെഡറൽ ബാങ്ക് മല്ലപ്പള്ളി ശാഖയിൽ നിന്നും ദില്ലി യെസ് ബാങ്ക് അക്കൗണ്ടിലേക്ക് 13,31,186 രൂപ ഡോക്ടർ ഗീവർഗീസ് മാർ കൂറിലോസ് അയച്ചു കൊടുത്തു. അത് 00166000003106 യെസ് ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ഈ 13 ലക്ഷത്തിൽ പരം രൂപ ട്രാൻസ്ഫർ ചെയ്തത്. തുടർന്ന് 5-ാം തീയതി ഡോക്ടർ ഗീവർഗീസ് മാർ കൂറിലോസിന്റെ സുഹൃത്തിന്റെ മാവേലിക്കര ഫെഡറൽ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ജയ്പൂർ IOB ബാങ്ക് അക്കൗണ്ടിലേക്ക് മറ്റൊരു 1,70,70,000 രൂപയും അയച്ചു കൊടുക്കുകയുണ്ടായി. അങ്ങനെ ആകെ 15,01,186 രൂപ ഈ 2 ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഡോക്ടർ ഗീവർഗീസ് മാർ കൂറിലോസ് അയച്ചു കൊടുത്തു. പിന്നീടാണ് താൻ തട്ടിപ്പിന് ഇരയായി എന്ന ഒരു സംശയം ഡോക്ടർ ഗീവർഗീസ് മാർ കൂറിലോസിന് വന്നത്. അതിന് നേരത്തെ തന്നെ വെർച്വൽ അറസ്റ്റിൽ ആണ് എന്നായിരുന്നു ഈ 2 വീഡിയോ കോളിലും സംസാരിച്ച 15 ലക്ഷത്തിലധികം രൂപയാണ് നഷ്ടമായതാണ് പരാതി നൽകിയിരിക്കുന്നത്. പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിയത്.